ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഓഗസ്റ്റ് 9 ശനിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിലെ ഹെഡിങ് മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയല്ല എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഇന്ന് ആ ഒരു ലേഖനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആരോപണം ഭൂമി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാതെ, അതോടൊപ്പം തന്നെ പിന്നിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പദ്ധതി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഗൂഢലക്ഷ്യം, രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് ദുരന്തബാധിതരോടുള്ള ക്രൂരതയായി മാറരുത് എന്നാണ് ഇതിൻ്റെ ഈ ഒരു ലേഖനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. കൽപ്പറ്റ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് വാങ്ങിയത് തോട്ടഭൂമിയല്ലെന്ന് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. KLR നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഏതൊരു ഭൂമിയും 12 മുതൽ 15 ഏക്കർ വരെ നിലവിൽ കൈവശത്തിനും ഉടമസ്ഥതയിലും ഉള്ള കുടുംബങ്ങൾക്ക് പ്രസ്തുത ഭൂമി വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ യാതൊരു നിയന്ത്രണവും 1963 കേരള ഭൂമി പരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. എന്നിട്ടും മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഭൂമി സംബന്ധിച്ച് ഭൂമി സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാതെയും പഠിക്കാതെയുമാണെന്നും ടി മുഹമ്മദ് പറഞ്ഞു. വസ്തുതകളെല്ലാം മനസ്സിലാക്കിയിട്ടും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പദ്ധതിയെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഗൂഢലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. മുസ്ലിം ലീഗിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടി ചിലർ നടത്തുന്ന ശ്രമങ്ങൾ തികച്ചും നിരപരാധികളും ഓരോ മഹാദുരന്തത്തെ അഭിമുഖീകരിക്കുകയും ചെയ്ത മനുഷ്യരേതു കാണിക്കുന്ന ക്രൂരതയാണ്. ഒരു വ്യക്തിയുടെ കൈവശ ഭൂമി തോട്ടഭൂമി ആയിരുന്നാലും ആ വ്യക്തിയുടെ ആകെ ഭൂമി 15 ഏക്കറിൽ കുറവാണെങ്കിൽ ഭൂമി ക്രയവിക്രയത്തിന് യാതൊരുവിധ നിയന്ത്രണവും KLR നിയമത്തിൽ ഇല്ലെന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയവരിൽ ഒരാൾക്കും KLR നിയമപ്രകാരം പരിധിയിൽ കൂടുതൽ തോട്ടഭൂമിയോ മിച്ചഭൂമിയോ കൈവശമില്ല. ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമി 15 ഏക്കറാണെന്നിരിക്കെ ആ ഭൂമി വിൽക്കുന്നതിനോ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ നിലവിലെ നിയമങ്ങൾ പ്രകാരം ഒരു തടസ്സവുമില്ല. അത്തരം ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ആവശ്യപ്പെട്ടാൽ ഉടനെ നൽകണമെന്ന വിധിന്യായമുണ്ട്. മുസ്ലിം ലീഗിന് ഭൂമി വിറ്റവർക്ക് കേരള ലാൻഡ് റീഫോംസിൻ്റെ സെക്ഷൻ 105 പ്രകാരം നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആക്ട്. ഇവരിൽ ഒരാൾക്കും മിച്ചഭൂമി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത്. അതിൻ്റെ മുഴുവൻ രേഖകളും നിയമോപദേശം മുസ്ലിം ലീഗിൻ്റെ കൈവശമുണ്ട്. ദുരന്തബാധിതർക്ക് വീട് വെക്കാൻ മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോട് പ്രദേശത്ത് റോഡിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഏക്കറിന് 1.5 കോടിയിൽ കുറഞ്ഞ രൂപയ്ക്ക് ഭൂമി ലഭിക്കാത്ത സ്ഥലത്താണ് 98 ലക്ഷം മുതൽ 1.22 കോടി വരെ ഏക്കർ ഒന്നിന് വില കൊടുത്ത് പാർട്ടി ഭൂമി വാങ്ങിയത്. ഇതിൽ കുറഞ്ഞ വിലക്ക് ഇതേ പ്രദേശത്ത് ഒരു നിയമപ്രശ്നങ്ങളുമില്ലാത്ത ഭൂമി കണ്ടെത്തി തരികയാണെങ്കിൽ
അത് ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് ടി മുഹമ്മദ് പറഞ്ഞു. ദുരന്തഭൂമിയിലോ ദുരന്തബാധിതർക്കിടയിലോ ഒരു മണിക്കൂർ പോലും സേവന പ്രവർത്തനങ്ങൾ നടത്താത്ത മുൻ മന്ത്രി KT ജലീൽ ലീഗിൻ്റെ ഭവന പദ്ധതിയെ മനഃപൂർവ്വം പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലയിലെത്തിയത്. വയനാട്ടിലെ ജനത ജലീലിനെ പ്രതിരോധിക്കും. ഫണ്ട് സമാഹരണത്തിന് ലീഗ് ഉപയോഗിച്ച ഫോർ വയനാട് ആപ്പിൽ പണത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഏത് സമയത്തും പരിശോധിക്കാൻ കഴിയും. ലീഗ് ഭൂമി വാങ്ങിയത് സജീവമായ ബസ് റൂട്ടുള്ള, അടുത്തു തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, ഏറ്റവും സ്ഥലം എന്ന നിലയിലാണ് വാങ്ങിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് സ്വരൂപിച്ച ഫണ്ടിൻ്റെ വിനിയോഗം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ തന്നെ വാങ്ങിയ അതേ വില ആധാരത്തിൽ കാണിച്ച് സർക്കാരിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ, സെക്രട്ടറിമാരായ K ഹാരിസ്, VP അയ്യൂബ് എന്നിവരും പങ്കെടുത്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണിത്. ഇത് ഇപ്പോൾ വിവാദത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഒക്കെ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. അത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയല്ല എന്നുള്ളത് കൃത്യമായി തന്നെ ബഹുമാന്യരായ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കൃത്യമായി അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം ആ ഒരു കുറ്റിയടിക്കൽ കർമ്മത്തിന്, ആ ഒരു പരിപാടിയിൽ പങ്കാളിയാകാൻ വിനീതനായ എനിക്കും അവിടെ എത്താൻ സാധിച്ചു. ഏതായാലും ഏറ്റവും ശ്രദ്ധേയമായി ആ ഹൈവേയിൽ ബസ് റൂട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് റോഡിനോട് ഓരം ചേർന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഭൂമി, അത് തികച്ചും അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഇവിടെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ചു. ആ ഒരു പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഇതുപോലുള്ളൊരു തണലൊരുക്കാൻ ഒരുങ്ങിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ട നേതാക്കളെ അറിയിക്കുകയാണ്. ഏതായാലും ഇതിനെ തണലൊരുക്കുന്ന ഈ ഒരു മഹത് പദ്ധതിയിലേക്ക് സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇതുപോലുള്ള ശ്രദ്ധേയമായ വാർത്തകളും മറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഅസ്സലാമ.